ലിവിങ് ഇൻ പീസ്. എല്ലാവർക്കും ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ. ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് മനുഷ്യരെ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതൊരു യാത്രയാണ്, സത്യം അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്. മുൻഗാമികളായ എല്ലാ മനുഷ്യരും സഞ്ചരിച്ച ഒരു പാതയിലൂടെ, ഋജുവായൊരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ്. ഈ ഒരു വഴിയിലേക്ക് ഞാൻ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര ജിജ്ഞാസ നിറഞ്ഞൊരു കുട്ടിയായിരുന്നു. ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. സ്വാഭാവികമായിട്ടും ചെറുപ്പത്തിൽ ഈ മുഹമ്മദ് നബിയുടെയും മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെയും പോലെയുള്ള ആളുകളുടെ ഒക്കെ അവർ പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ അവർ കാണിച്ച അത്ഭുതങ്ങളിലായിരുന്നു എനിക്ക് ജിജ്ഞാസ കൂടുതൽ. അവരുടെ ജീവിത കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ എന്നെയും ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ, ചെറിയ ബാലരമ, ബാലഭൂമി, ബാലമംഗളം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കും. അതിൽ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും അങ്ങനെ നമ്മുടെ രാജ്യത്തെ പല മഹത്തുക്കളായ മനുഷ്യരുടെ ജീവിതങ്ങൾ, കഥകളൊക്കെ അതിനകത്ത് വരുമായിരുന്നു. അത് എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. കാരണം ഈ ആളുകളെല്ലാം ചെയ്തിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത്ഭുതങ്ങളാണ്, മിറാക്കിളുകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ദുഃഖങ്ങളും മിറാക്കിളുകളും കൂടി ചേർന്നൊരു ജീവിതമാണ് ഇവരെല്ലാവരും നയിച്ചത്. ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ പേഴ്സണലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ദുഃഖങ്ങളല്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേരിയേഷനുകൾ, ഏറ്റക്കുറച്ചിലുകൾ, ഇതൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഈ ഏറ്റക്കുറച്ചിലുകളും വേരിയേഷനുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവരുടെ എല്ലാം ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ അത്ഭുതങ്ങളാണ് എന്നെയും ഈ വഴിയിലേക്ക് എത്തിച്ചത്. ഈ വഴി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് രഹസ്യമാണ്, ഇത് സിറാണ്, ഇത് രഹസ്യം നിറഞ്ഞതാണ്, ഒരുപാട് രഹസ്യങ്ങളിലാണ്. എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്. ഞാനിത് അന്വേഷിച്ച് ഒരുപാട് വർഷങ്ങൾ പലരുടെയും അടുത്ത് പോയി. അപ്പോൾ പലരുടെ അടുത്ത് പോകുമ്പോൾ അവരെല്ലാവരും ഒന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം പറയും, ഇല്ലെങ്കിൽ ഇന്ന വഴി പിന്തുടരാൻ പറയും. പക്ഷെ ദൈവത്തിൻ്റെ ആണെങ്കിൽ അത് ഏറ്റവും എളുപ്പമായിരിക്കേണ്ടതല്ലേ എന്നാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച സങ്കടം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഏറ്റവും എളുപ്പമുള്ളതാണ്, ലോകത്തെ ഏറ്റവും എളുപ്പമുള്ളത് ഇതാണ്. പക്ഷേ ഇതിലൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സൂക്ഷ്മമാണ്, രഹസ്യമല്ല, ഇത് സൂക്ഷ്മമാണ്. അത്രത്തോളം സൂക്ഷ്മത വേണ്ടതാണ്. നല്ലൊരു ക്ഷമയുള്ള ഒരാൾക്ക് ഒരു സൂചിയിൽ നൂൽ കോർക്കുന്നത് പോലെ, ഏറ്റവും കുഞ്ഞൊരു സൂചി, നമുക്കിത് അതിൻ്റെ ഹോള് കാണാൻ പറ്റാത്ത അത്ര ചെറിയൊരു സൂചിയിൽ നൂൽ കോർക്കുന്നത് പോലെ അത്രയും സൂക്ഷ്മമാണിത്, അല്ലാതെ ഇത് രഹസ്യമല്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ഈ വഴിയിലൂടെയുള്ള യാത്ര ആരംഭിച്ചത്. കണ്ടോ, ഒരു കുഞ്ഞിന് എത്ര നന്നായിട്ടാണ് ആ താക്കോൽ തുറക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? രണ്ട് കൈകളും നിവർത്തി മലർത്തി വെക്കുക, നട്ടല് നിവർത്തിയിരിക്കുക. ഫീൽ ദ പവർ. ആ പ്രപഞ്ച സത്യത്തിന്റെ ശക്തി.
ദിവസമാണ്